ഹലോ വെൽക്കം ബാക്ക് ടു സാലി കിച്ചൺ. ഇന്ന് ഞാൻ മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുട്ബോൾ സ്നാക്കാണ് കാണിക്കുന്നത്. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പം ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി, പിന്നെ 2 പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ചെറിയ സവാള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇത് കുക്കായിട്ട് റെഡി ആയിട്ട് വന്നാൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പൊടികളൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊട്ടാറ്റോ വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പൊട്ടാറ്റോ നന്നായിട്ട് വേവിച്ചിട്ട് ഞാൻ ഉടച്ചിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലയായിട്ട് നന്നായിട്ട് അതിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് മല്ലിയിലയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, മസാല റെഡിയായി. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് 3 മുട്ട പുഴുങ്ങിയിട്ട് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ പൊട്ടാറ്റോൻ്റെ മസാല, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൈ വെച്ചിട്ട് കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. കട്ട്ലേറ്റൊക്കെ ആക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മുട്ടയുടെ പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പൊട്ടാറ്റോൻ്റെ മാവ് വെച്ചിട്ട് മുട്ട ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. മാവല്ല സോറി, മസാല വെച്ചിട്ട് മുട്ട ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി വേണ്ടത്ര എടുക്കുക, ഓവറായിട്ട് എടുക്കണ്ട. കുറച്ച് എടുത്തിട്ട് മുട്ട കവർ ചെയ്യാൻ മാത്രം എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഉരുട്ടി നല്ലൊരു ബോളാക്കി എടുക്കുക. നമ്മൾ തേങ്ങാമുറി ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. തേങ്ങാമുറി ഫുൾ മുട്ടയായിട്ട് തന്നെ എടുക്കും, ഇവിടെ ഹാഫ് മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. കയ്യിൽ കുറച്ച് എണ്ണയോ വെള്ളമോ എന്തെങ്കിലും തടവിയിട്ട് ജസ്റ്റ് ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു മുട്ടൻ്റെ പീസ് വെച്ച് കൊടുക്കാം. ആ മുട്ടൻ്റെ പീസ് കുറച്ച് കട്ട്ലേറ്റിൻ്റെ മസാല എടുത്തിട്ട് കവർ ചെയ്യുക. ഫുള്ളായിട്ട് അങ്ങനെ കവർ ചെയ്യുക. അങ്ങനെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് മാറ്റി വെക്കുക. പിന്നെ ഒരു 4-5 ബ്രെഡ് സ്ലൈസസ് എടുക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ബ്രൗൺ കളറുള്ളത്, അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതിനുശേഷം ചെറിയ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബ്രെഡ്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം, കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ബോൾസ് ഈ ഒരു ക്യൂബ് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് കയ്യിൽ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയാവും. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മുട്ടയിലൊന്നും ഡിപ്പ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ പീസസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫുട്ബോളിൻ്റെ ആ ഒരു ഷേപ്പാക്കി എടുക്കാം. കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ബോൾ പോലെ ആക്കുമ്പോൾ തന്നെ നല്ലൊരു ഫുട്ബോളിൻ്റെ ഷേപ്പായിട്ട് കിട്ടിക്കോളും. ഇങ്ങനെ തന്നെയാണ് ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നത്. നല്ലോണം പ്രസ് ചെയ്യട്ടോ ബ്രെഡ് വെച്ചതിന് ശേഷം. നമ്മൾ മുട്ടയൊന്നും ഡിപ്പ് ചെയ്യാണ്ട് നേരെ ബ്രെഡിലേക്ക് ഇടുന്നതല്ലേ, അപ്പോൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ മീഡിയം ടു ഹൈയിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഉൾഭാഗമൊക്കെ കുക്കായതല്ലേ. ഈ ബ്രെഡ് ഒന്ന് മുരിഞ്ഞ് കിട്ടിയേ വേണ്ടൂ. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും, അതിന് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചൂടുള്ള എണ്ണ ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ ഭാഗം ഒരു ഗോൾഡൻ കളർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. പിന്നെ ഇത് നമ്മൾ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി ഉള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ കാണാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാട്ടോ ഇത്. നമ്മൾ ആ ഒരു തേങ്ങാ മുറിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. പക്ഷേ ഇത് കാണുമ്പോൾ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. താങ്ക്